നമസ്കാരം. ബൊഗൻവില്ല പ്ലാന്റുകൾ പൂക്കൾ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ. നമ്മൾ സാധാരണയായി പൂക്കൾ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് വിടാറുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ കാണുന്നത് പോലെ കനം കുറഞ്ഞ കമ്പുകൾ പൂർണ്ണമായും കട്ട് ചെയ്ത് മാറ്റുക. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. അതിൻ്റെ കാരണം കനം കുറഞ്ഞ കമ്പുകൾ നിലനിർത്തിയാൽ അതിൽ നിന്നുണ്ടാകുന്ന മുകുളങ്ങൾക്ക് ആരോഗ്യം കുറവായിരിക്കും. ആയതിനാൽ കനം കുറഞ്ഞ കമ്പുകൾ പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത് വിടുക. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കട്ട് ചെയ്തതിന് ശേഷം ഈ പ്ലാന്റ് നമ്മൾ ഓവറായിട്ട് വെയിൽ ഉള്ള സ്ഥലങ്ങളിൽ വയ്ക്കാതിരിക്കുക. സാധാരണയായി എല്ലാവരും പറയുന്ന ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്, ബൊഗൻവില്ല നല്ല വെയിലത്ത് വെക്കണം എന്നിട്ട് ആണ് വളർത്തേണ്ടത് എന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റ് ആണെങ്കിൽ പോലും ഓവർ വെയിലത്ത് കട്ട് ചെയ്തതിന് ശേഷം വയ്ക്കാതിരിക്കുക. ഒരു 50% വെയിൽ കിട്ടുന്ന രീതിയിൽ വയ്ക്കുക. അതിനുശേഷം ഒരു 15-20 ദിവസത്തിനകത്ത് ഈ കട്ട് ചെയ്ത് വിട്ട ചെടിയിൽ നല്ല രീതിയിൽ മുകുളങ്ങൾ വന്നു തുടങ്ങും. ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ വെയിലുള്ള ഭാഗത്തേക്ക് ഇതിനെ മാറ്റി വയ്ക്കേണ്ടതാണ്. ഈ കാണുന്ന പ്ലാന്റ് നേരത്തെ ഇതുപോലെ കട്ട് ചെയ്ത് വിട്ട് ഇപ്പോൾ വെയിലത്ത് വെച്ചിരിക്കുന്നതാണ്. 15 ദിവസത്തിന് ശേഷം വെയിലത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റാണ്. നമുക്ക് കാണാൻ കഴിയും പുതിയ മുകുളങ്ങൾ വന്ന് നല്ല ബുഷായിട്ട് വരുന്നുണ്ട്. ഇതിനി ഒരു 20 ദിവസത്തിനകത്ത് നല്ല ഹെൽത്തി ആയിട്ട് വരികയും നിറച്ച് പൂവോടുകൂടി മാറുകയും ചെയ്യും. അതുപോലെ തന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി എന്നിവ മിക്സ് ചെയ്ത് വെള്ളത്തിലിട്ട് 7 ദിവസം പുളിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ആ തെളിവെള്ളമാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചെടികൾ ബുഷാകുന്നത് വരെ ഈ വളമാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഫാക്ടംബോസ് ഇട്ട് കൊടുക്കും. ഫാക്ടംബോസാണ് ചെടികൾ പൂക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് സന്തോഷം ഗാർഡനിൽ ബൊഗൻവില്ല പ്ലാന്റുകൾ പരിപാലിക്കുന്നത്. ഓക്കെ.